മമതാ ബാനർജി പറയുന്നു അവർ തോറ്റിട്ടില്ല, രാജിവെക്കില്ല എന്നാണ് പറയുന്നത്. രാജിവെക്കില്ല, എനിക്ക് രാജിവെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പ്രാന്തായോ ശരിക്കും? അത് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചില വ്യക്തികൾക്കുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയാണ്. ആയ്മ പറയണത്, ആയ്മേനെ CRPF പോലീസുകാർ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പോലീസുകാർ, അവർ അവർ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, അവരുടെ നിതംബത്തിലൊക്കെ ചവിട്ടി, അവിടെ എവിടെയൊക്കെ തൊട്ടു എന്നൊക്കെയാണ് പറയണത്. അത് എന്തിനാന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന കൗണ്ടിങ് സെൻറ്ററിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ, കൗണ്ടിങ് സെൻറ്ററിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മമതയ്ക്ക് ഒരു ഇതുണ്ടല്ലോ, മറ്റേ വളരെ എന്താ പറയണ, സുന്ദരിയും സുശീലയുമായ 71കാരിയാണ്. ഇപ്പോൾ അവരെ കണ്ടാൽ ആർക്കും ഉപദ്രവിക്കാൻ തോന്നും, അസൂയ ഉണ്ടാവും, സൗന്ദര്യധാമമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ പോലീസുകാർ അവരെ ആക്രമിച്ചു. പിന്നെ അവർ ഈ BJPക്കാർ പറയണ അവർക്ക് 203 സീറ്റ് കിട്ടിയെന്നൊക്കെയാണ് പറയണത്. 294 സീറ്റിൽ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, 100 സീറ്റിലധികം ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഞാൻ തോറ്റിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത്. അവർ അതൊന്നും അംഗീകരിക്കില്ല. ഇനി മമതയ്ക്ക് സ്വന്തമായിട്ടൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവരുടെ വീട്ടിൽ, അവരെ അക്സെപ്റ്റ് ചെയ്യണം, എന്നാലേ മമത തോക്കോ ജയിക്കോ എന്നുള്ളത് അറിയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന് അതിനകത്തൊന്നും ഇടപെടാൻ അധികാരമില്ല. ഞാൻ രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് തള്ള പറയുന്നത്. ഈ എന്താ പറയണ, മാനസിക വിഭ്രാന്തിയാണ്. ഒന്നാമത്തെ ഇവര് വിവാഹിതയൊന്നും അല്ലല്ലോ, ഇവരെ ആരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം അവർക്കുണ്ട്. കാരണം ഈ അവർക്ക് എന്തൊക്കെയോ ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്. അപ്പൊ അത് ആയിക്കൂട്ടി അവർ നടക്കണെല്ലാം കണ്ടിട്ടുണ്ടോ, പ്രാന്ത് പിടിച്ച് ഓടി, പന്നിക്കുട്ടി നടക്കണമല്ലോ ഓടിപ്പാഞ്ഞ് നടക്കുക. വെരി ഗുഡ്. ആരോ ഒരിക്കൽ പറയണ്ടായി, ലോകത്തിലെ അവസാനത്തെ സ്ത്രീയായിട്ട് അവശേഷിച്ചാൽ പോലും ഞാൻ അവരെ കുറിച്ച് അവരെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയുണ്ടായിരുന്നു. അയാൾ എന്തെങ്കിലും പറയട്ടെ. പക്ഷെ ഈ സ്ത്രീക്ക് മാനസിക വിഭ്രാന്തി. 15 വർഷം ഈ ബംഗാളിനെ അടക്കി ഭരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ ഇലക്ഷനിൽ നിന്ന് തോറ്റു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായിരിക്കണം. അവർ പറയണം അവർ തോറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവർ ജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജയിച്ചു എന്ന് അവർ പറയുന്നു. മറ്റാളപ്പോൾ തോറ്റ എം എൽ എമാരൊക്കെ ജയിച്ചു എന്നാണ് അവർ പറയുന്നത്. അല്ല സാർ, ഇത് കേരളത്തിലെ CPM പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട്. CPM തോറ്റു, പക്ഷേ ഇത് അവർ സമ്മതിക്കാനാണ് പാട്. അവർ തോറ്റു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണമല്ലോ. ഈ റിസൾട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവർ മായിക ലോകത്താണ്. അല്ല, ഈ പറയുന്ന ഒബാമയും അമേരിക്കൻ സാമ്രാജ്യത്വവും CPM ഭയപ്പെടുന്നു എന്ന് പറയുന്ന EP ജയരാജന്റെ നാടാണിത്. അപ്പോൾ അവര് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ട്രംപ് തന്നെ പേടിച്ചിരിക്കുക. നമ്മുടെ ബേബി സഖാവ് എന്നോട് ലെറ്റർ അയച്ചു, മര്യാദയ്ക്ക് ഇറാനെതിരായിട്ടുള്ള യുദ്ധം നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുന്നു പറഞ്ഞു. അതോടുകൂടി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കീഴടങ്ങിയ, 2 കൈയും പൊക്കി പിടിച്ച ട്രംപ് കീഴടങ്ങിയിരിക്കണേ. അപ്പൊ അതിനെ അനുസ്മരിപ്പിക്കുന്നു ഇത്. പിന്നെ മാർക്സിസ്റ്റുകാരോട്, പ്രിയൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഒരു മാർക്സിസ്റ്റുകാരനുമായിട്ട് ആർഗ്യുമെന്റിന് പോവാതിരിക്കുക. അവർ പറയണ 1:1 എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തേക്കും, അത്ര തന്നെ. നമുക്ക് ആ വഴിയിൽ നിന്ന് മാറി പോന്നേച്ചാൽ പോരെ, അവർ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുക, അതേ മാത്രമേ ഉള്ളൂ. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മണമേറ്റ് കിടക്കുന്ന ഒരു മുല്ലപ്പൂവാണ് ഈ പറയുന്ന മമതാ ബാനർജി. സുഗന്ധം ഇല്ലാവാതിരിക്കുക അവർക്ക്. അല്ല സാർ, ഈ മാവോയിസ്റ്റുകളെ കൂട്ടുപിടിച്ച് CPM പ്രക്ഷോഭം നടത്തിയാണ് അവരവിടെ അധികാരത്തിൽ വരുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ് ഉറപ്പ് കൊടുത്തത് ഒരു കാര്യമുണ്ട് ജനങ്ങൾക്ക്, ഞങ്ങൾ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ വളരെ വ്യത്യസ്തരായിരിക്കുമെന്ന്. വ്യത്യസ്തരായിരുന്നു, അതിനേക്കാൾ ക്രൂരമായിരുന്നു എന്നുള്ളതാണ്. ഈ IS പറ്റിയിട്ട് താലിബാൻ അൽഖ്വയ്ദ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, അവന്മാർ വെറും ക്രൂരന്മാരാണ്. ആരെ പറയുന്നത് അൽഖ്വയ്ദയാണ്. അൽഖ്വയ്ദ പറയുന്നത് IS പറ്റി അവർ ക്രൂരന്മാരാണത്. അപ്പോൾ ഈ CPMകാർ പറയുന്നു ഞങ്ങൾ പോലും ഇങ്ങനെ ഭരിച്ചിട്ടില്ല, അതിലും ക്രൂരമാണ് മമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ക്രൂരമാണ് എന്ന് ആലോചിച്ച് നോക്കണം സാർ. അതാണ് പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ. ആ ഭീതിയിൽ കഴിയുന്ന ജനങ്ങൾ അവിടെ പരസ്യമായി ആക്രമിക്കപ്പെടും, ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്നുള്ള അവസ്ഥയിൽ ജനങ്ങൾ ഭയത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതത്വമില്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ബംഗാൾ. ബ്രിട്ടീഷുകാർ ബംഗാളിനെ, കൽക്കത്തനെയാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത്. ബംഗാളിൽ നിന്ന് വന്ന് സാഹിത്യം, എത്രയോ വിഖ്യാതമായ നോവലുകൾ, ബംഗാളിലെ ചലച്ചിത്രകാരന്മാർ, സത്യജിത് റേ അല്ലെങ്കിൽ മൃണാൾ സെൻ, അതുപോലെ സുകുമാര കലകൾ, പെയിന്റിങ്, സംഗീതം, രവീന്ദ്ര സംഗീത്, പാട്ടറിയാൻ പാടില്ലാത്ത കഴുതകൾ വരെ രവീന്ദ്ര സംഗീതം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് തലയാട്ടിപ്പോവും. അതുപോലെയുള്ള മനോഹാരിത നിറഞ്ഞ
സംഗീതവും കവിതകളും ഒക്കെയാണ് ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്നത് മുഴുവൻ ഈ മറുതയുടെ അമറലാണ് പുറത്തേക്ക് വരുന്നത് മുഴുവൻ. അവരൊക്കെ മനുഷ്യരോട് പെരുമാറാൻ കൂടി അറിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ അവര് എന്താ പറയുക, എന്തൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്, വിളിച്ച് എന്താ പറയുക, ഭർസിച്ചിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഇപ്പൊ. കാരണം അവിടെ നരേന്ദ്രമോദി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, മനോരമ ഇന്ന് എഴുതിയിരുന്നത് തന്നെ തലക്കെട്ട് തന്നെ സാർ നേരത്തെ വായിച്ചു. അത് അയ്യോ വളരെ പിന്നെ മനോരമയിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് അത്രമാത്രം എന്താ പ്രാധാന്യം കൊടുത്താൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ സർ CP രാമസ്വാമി അയ്യർ എന്ന അനശ്വരനായ ഒരു ഭരണാധികാരിയെ എന്താണ് ദുഷ്ടനും എന്താ പറയുന്ന വക്രബുദ്ധിക്കാരനും സ്ത്രീലമ്പടനുമായിട്ട് വിശേഷിപ്പിച്ച ഒരു പത്രത്തിന്റെ ഉടമ മനോരമയാണ്. അവർ പറയുന്നത് നമ്മൾ കാര്യമാക്കി എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതാണ്. അവരുടെ ന്യൂസ് ഹെഡ്ലൈൻസ് മുഴുവൻ പണ്ട് പറയാറില്ല, ഇന്നലെ വരുന്നു ജെട്ടിയില്ലാതെ എന്നൊക്കെ പറഞ്ഞ് ഹെഡ്ലൈൻ അടിച്ചു വിട്ട പത്രമാണ് അവർ. അതെ. അല്ല സാർ, പക്ഷേ എൻ്റെ ഒരു സംശയം, മമത ഇപ്പൊ പറയുകയാണ് ഞാൻ തോറ്റിട്ടില്ല, അധികാരത്തിൽ തന്നെ ഞാൻ തോറ്റിടും, ഞാൻ രാജിവെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ ആ കസേരയിൽ നിന്ന് ഇറങ്ങാതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങാതെ അവരിങ്ങനെ തുടരുകയാണെങ്കിൽ പിന്നെ എന്താണ് നിയമ നടപടി? എൻ്റെ പ്രിയൻ, അവർക്ക് 24 മണിക്കൂറും സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ പറ്റുമോ? സമരം ചെയ്ത് അങ്ങനെ ഇരുന്നേക്കും. അവരെ കസേരയോടുകൂടി പൊക്കിയെടുത്തോണ്ടു എന്നിട്ട് ജയിലിൽ കൊണ്ടുവയ്ക്കും. കഴിഞ്ഞ് അവരുടെ ഒരു ഇലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്രാം തീയതിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇത്രാം തീയതിയാണ് വോട്ടെണ്ണുക, ഇത്രാം തീയതി പുതിയ നിയമസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് എല്ലാ MLA-മാരും നിയമസഭയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്, സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വരേണ്ടി വരും. അവർക്ക് അപ്പോഴും ബംഗാൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ പറ്റൂല. ഗവർണർക്ക് പിന്നെ അധികാരമുണ്ട് ഇവരെ എന്താണ് പറയുക, ഡിസ്മിസ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. 5 വർഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ അതിനുശേഷം ഒരു ദിവസം അവർ കസേരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യും. അത് നടക്കാത്തിടത്തോളം കാലം അവർക്ക് അവരവിടെ ആ കസേരയിൽ ഇരിക്കുകയുള്ളൂ. ആ കസേരയോടുകൂടി പുറത്തേക്ക് എടുത്ത് കളയാം അവർ സ്വയം. ഇത് ഇത്രയൊന്നും കിട്ടിയിട്ട് പോരാ, മിക്കവാറും അവിടെയും കാണും ഈ ഊളംപാറയും കുതിരവട്ടം പോലുള്ള മാനസിക രോഗ ചികിത്സാ കേന്ദ്രങ്ങൾ അവിടെ കാണും. അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. എന്തായാലും അവർ സമനില തെറ്റിയിരിക്കുന്നു മമതാ ബാനർജിക്ക് എന്ന് പറയുന്നത് സംശയമില്ല. അതിൽ ആയ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതെ, പക്ഷേ എനിക്ക് സാർ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു കലാപത്തിനുള്ള ശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവശേഷിക്കുന്ന TMCയുടെ പ്രവർത്തകർ കൂടെ പ്രക്ഷോഭത്തിലിറങ്ങും. അങ്ങനെ ഒരു സമരം ഉണ്ടാവും, അടിയുണ്ടാവും, BJPക്കാരെ ആക്രമിക്കാം, അവരെ കത്തിക്കാം, റോഡുകൾ കത്തിക്കാം. BJP അധികാരത്തിൽ വരുമ്പോൾ ബംഗാളിനെ ഒരു കലാപഭൂമിയാക്കി നശിപ്പിക്കുക എന്നതായിരിക്കില്ലേ ലക്ഷ്യം? അത് നടക്കുന്നു തോന്നണില്ല. കാരണം അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 മാസത്തേക്ക് കൂടി കേന്ദ്ര ഫോഴ്സസ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. അത് മാത്രമല്ല, അഡീഷണൽ കേന്ദ്ര ഫോഴ്സസിനെ, കൂടുതൽ കേന്ദ്ര ഫോഴ്സസിനെ ഇറക്കാനുള്ള പ്രൊവിഷൻ അവിടെയുണ്ട് ബംഗാളിലേക്ക്. എപ്പോൾ വേണമെങ്കിലും ഒരു സംസ്ഥാനത്തിലെ ക്രമസമാധാന നില തകർന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. അന്ന് കേന്ദ്ര ഗവൺമെന്റ് പട്ടാളത്തിനെ വിട്ടു അവിടേക്ക്. അവിടുത്തെ ഗവർണർ ആരാന്നറിയില്ല. ഇപ്പൊ മുൻ തമിഴ്നാട് ഗവർണർ രവിയാണ്. അദ്ദേഹം IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ജോയിന്റ് ഇന്റലിജൻസിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തിന് എല്ലായിടത്തും സോഴ്സസ് ഉണ്ട്. വെറുതെ അല്ല, 156 167 പേരെ എങ്ങാണ്ട് പറ്റിയ ചീഫ് സെക്രട്ടറി തൊട്ട് താഴേക്കിടയിലുള്ള പോലീസ് ഇൻസ്പെക്ടർമാരെ വരെ ട്രാൻസ്ഫർ ചെയ്തത് വെറുതെ അല്ല. ഇലക്ഷൻ കമ്മീഷൻ ഗവർണറുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇനി കൂടുതൽ നമുക്ക് വിശദീകരിക്കണം അതിനെ കുറിച്ചിട്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല മമതാ ബാനർജിക്ക്. ഇപ്പൊ നാളെ പിണറായി വിജയൻ ഞാൻ രാജിവെക്കില്ല എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെയാണെങ്കിലും മാന്യതയുണ്ടല്ലേ. രാജിക്കത്ത് കൊടുത്തു പ്രത്യേക ദൂതം വഴി പിണറായി രാജിക്കത്ത് കൊടുത്തു. ഔദ്യോഗിക വാഹനങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇനി സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി നാട്ടിലേക്ക് അയക്കണമല്ലോ. അവിടുത്തെ അത്യാവശ്യം ഉപയോഗിച്ചിരുന്നതൊക്കെ കാണുമല്ലോ, പേഴ്സണൽ തിങ്സ്. അപ്പൊ അതൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലിഫ് ഹൗസ് ഒഴിയുക എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ പോവും. പിണറായിൽ പോയി അവിടെ ധർമ്മടത്ത് ബംഗ്ലാവിൽ പോയിട്ട് താമസിക്കും. ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ തന്നെ ശിഷ്ടകാലം ധർമ്മടത്ത്. ഇനിയിപ്പോ അത് MLA പദമൊക്കെ രാജിവെച്ചു. വയ്യാണ്ടായി, ഇത്രയും വയസ്സായില്ലേ. ഇനിയിപ്പോ പറഞ്ഞ പോലെ കൊച്ചുകുട്ടീനെയൊക്കെ കളിപ്പിച്ച് കൊച്ചുമക്കളൊക്കെ ഉണ്ടാവൂലേ, അവരെയൊക്കെ കളിപ്പിച്ച് കൂടാം. പിന്നെ കമലയുടെ അടുത്ത് പഴയ കഥകളൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ 10 വർഷത്തെ പ്രത്യേക ആക്ഷന്റെ കഥകളൊക്കെ റിപ്പീറ്റ് ചെയ്യാം. അതെ. അപ്പൊ പക്ഷെ അതല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ഈ പിണറായിയുടെ ഒരു 10 പിണറായി ചേർന്ന് അതിന്
കുറച്ച് പ്രാന്തും കൂടെ ആയി കഴിഞ്ഞാലുള്ള അവസ്ഥയിലാണ് മമത അല്ല, നിൽക്കുന്നത്. അവര് മാറ്റും. അവരിപ്പോ ഈ പറഞ്ഞ പോലെ ഗവർണറുടെ ഓർഡർ, ഗവർണറുടെ നോട്ടിഫിക്കേഷൻ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ തന്നെ കൂടുതൽ പട്ടാളത്തിനെ വിടും. അത് ഇവരെ കേന്ദ്രസേന പറയുമ്പോൾ CRPF ഉം. ലഡാക്കിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ, സാറിന് അറിയായിരിക്കുമല്ലോ. ആ, ആ പ്രക്ഷോഭത്തിനെ ദിവസങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് അടിച്ച് അടിച്ചമർത്തി ക്ലിയർ ആക്കിയ ആൾക്കാരാ. പണ്ട് ഇതുപോലെ കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അത് അന്ന് പക്ഷേ അവിടെ ഉള്ളത് മുഴുവൻ ഭീകരവാദികളാണല്ലോ. ഫറൂഖ് അബ്ദുള്ള മകൻ ഒമാർ അബ്ദുള്ള, പിന്നെ ആ പെണ്ണുണ്ടല്ലോ, എന്താ മഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകളുണ്ടല്ലോ, അവരൊക്കെ തീവ്രവാദികളുടെ ആൾക്കാരാണല്ലോ, ഇന്ത്യ വിരുദ്ധ ശക്തികളാണ്. അതുകൊണ്ട് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. അപ്പൊ അവര് ഇത്തവണ എന്താ പറയണ, മമതയ്ക്ക് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മമത കസേര ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർന്നു മമതയുടെ കാര്യം. അതെ, തീർച്ചയായും. ഇത്രമാത്രം ജനങ്ങള് ഈ 203 സീറ്റോ 203 മണ്ഡലങ്ങളാണ് BJP പിടിച്ചിരിക്കുന്നത്. 203 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്തിട്ടാണ് ജയിച്ചെന്ന് പറയാൻ പറ്റൂലല്ലോ തള്ളക്ക്. ഒരിക്കലും പറ്റില്ല.